ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്പൈഡർമാൻ 4th പാർട്ട് മൂവി, അതായത് ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ 4th മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മസ്റ്റായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ ഡയറക്റ്റ് അപ്ഡേറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സ്പൈഡർമാൻ 4th പാർട്ട് മൂവിയായിട്ട് ബന്ധപ്പെട്ട് ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്ക് നാളെ കിട്ടാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു റൂമറാണ് വന്നിട്ടുള്ളത്. ഈ ഒരു റൂമർ പുറത്ത് വിടാൻ കാരണം വേറെ ആരുമല്ല, നമ്മുടെ ടോം ഹോളണ്ട് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ ടോം ഹോളണ്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ബിഗ് അനൗൺസ്മെൻറ്റ് ടുമാറോ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഈ ഒരു സ്റ്റോറി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാനൊരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ സ്പൈഡർമാൻ 4th പാർട്ട് മൂവിനെ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആണോ അല്ലേന്നൊന്നും അറിയത്തില്ല. അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. പക്ഷേ ഇത് സ്പൈഡർമാൻ 4th പാർട്ട് മൂവിയുടെ ഒരു അനൗൺസ്മെൻറ്റ് ആണെന്ന് തോന്നുന്നു. അതായത് മിക്ക ഇൻസൈഡേഴ്സും ഈ ഒരു സംഭവത്തിനെ പറ്റി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ നാളെ ഇതിനെ മറിച്ച് വേറെ എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യത്തിൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ചിട്ട് ഇത് നമ്മുടെ സ്പൈഡർമാൻ 4th പാർട്ട് മൂവിയുടെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റിന് അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻറ്റ് തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ സ്പൈഡർമാൻ അതായത് ടോം ഹോളണ്ടിൻ്റെ അടുത്ത സീക്വലായിട്ട് വരാൻ പോകുന്ന ഈ ഒരു പടത്തിൻ്റെ അപ്ഡേറ്റ് വരേണ്ട സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ നോവേമിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റൊക്കെ നടന്നിട്ടുള്ളതും ഏകദേശം ഇതേപോലെയുള്ളൊരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത്. പടം ഇറങ്ങുന്നതിന് ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ ആ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു അനൗൺസ്മെൻറ്റ് സ്പൈഡർമാൻ 4th പാർട്ട് മൂവിനെ പറ്റി തന്നെ ആയിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അപ്പോൾ ആരൊക്കെ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ തന്നെ നമ്മുടെ MCUവിൻ്റെ ഈ വർഷം വരാൻ പോകുന്ന അടുത്ത പ്രോജക്റ്റ് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള നമ്മുടെ എക്കോ സീരീസാണ്. അപ്പോൾ അതിനുശേഷം വരാൻ പോകുന്ന നെക്സ്റ്റ് സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ X-Men 97 എന്നുള്ള സീരീസ് ആണെന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അതായത് ഇതൊരു ആനിമേറ്റഡ് സീരീസാണ്. അപ്പം ഈ ഒരു സീരീസിൻ്റെ ട്രെയിലർ ഇപ്പം അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു അപ്ഡേറ്റും കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സീരീസിൻ്റെ റിലീസ് ഡേറ്റും ഇപ്പോൾ ലീക്കും കൂടെ ആയിട്ടുണ്ട്. ഡേറ്റ് നോക്കുകയാണെങ്കിൽ വരുന്ന മാർച്ച് 20 നമ്മുടെ X-Men 97 എന്നുള്ള ഈ ഒരു ആനിമേറ്റഡ് സീരീസ് നമ്മുടെ ഡിസ്നി പ്ലസിൽ കൂടെ റിലീസാകാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. മിക്ക ഇൻസൈഡേഴ്സും ഇത് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ട്രെയിലർ നമുക്ക് വരുന്ന സൂപ്പർ ബൗളിൻ്റെ അന്ന് കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. സൂപ്പർ ബൗളിൻ്റെ അന്ന് നമുക്ക് ഡെഡ്പൂൾ 3യുടെ ട്രെയിലർ തന്നെയാണ് മെയിൻലി വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് X-Men 97 ട്രെയിലർ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ പല ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് പല ഓൺലൈൻ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം വെയിറ്റ് ചെയ്തിരിക്കാം. നമ്മുടെ ഡെഡ്പൂൾ 3യുടെ ടൈറ്റിൽ ലീക്കും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. കാരണം എന്തായാലും നമുക്ക് സൂപ്പർ ബൗളിൻ്റെ അന്ന് ട്രെയിലർ കണ്ടിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ടൈറ്റിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പം അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും എടുത്ത് പറയുന്നില്ല. കുറേ ലീക്സൊക്കെ ഇപ്പം ലേറ്റസ്റ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ആരൊക്കെ നമ്മുടെ സ്പൈഡർമാൻ 4ൻ്റെ അനൗൺസ്മെൻറ്റിനും അതേപോലെ തന്നെ X-Men 97 ടീസറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. ഇതുപോലുള്ള മാർവൽ, DC, ഹോളിവുഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.